ഭൂമിയിൽ നിന്നുള്ള ആ പോസിറ്റീവ് എനർജി വടക്ക് കിഴക്കോട്ട് കയറി തെക്ക് പടിഞ്ഞാറോട്ട് വരണം. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം അടഞ്ഞു കെട്ടിയിരിക്കണം, അവിടെ തുറന്ന് കിടക്കാൻ പാടില്ല. ഇതിൻ്റെ നീളപ്പാടാണെങ്കിലും അല്ലെങ്കിൽ വീതിപ്പാടാണെങ്കിലും സെൻറ്ററിലായിട്ട് യാതൊരു വക നിർമ്മിതിയും വരാൻ പാടില്ല എന്നുണ്ട്. അല്ലാതെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം, നല്ലതാണ്. ജ്യോതിഷവും വാസ്തുവും പരസ്പര പൂരകങ്ങളാണോ? ജ്യോതിഷവും വാസ്തുവും പരസ്പരം പൂരകങ്ങളാണ്. കാരണം ഒരു വാസ്തുവിൻ്റെ ദോഷം നമുക്ക് ജ്യോതിഷത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കും, കണ്ടുപിടിക്കാൻ സാധിക്കും, അതിന് പരിഹാരം ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഒരു ഭൂമി ഉത്തമ ഭൂമിയാണോ അധമ ഭൂമിയാണോ, അത് ഓരോ നക്ഷത്രക്കാർക്കും ചേരുന്ന ഭൂമിയായിരിക്കണം. ഇപ്പോൾ ഒരാളുടെ നക്ഷത്രം അനുസരിച്ച് വേണം ഭൂമി തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഭൂമിക്കും ഉണ്ട് ഒരു നക്ഷത്രം, അപ്പോൾ അത് പരസ്പര ഭേദങ്ങളൊന്നും ആകാൻ പാടില്ല. അപ്പോൾ യോജിച്ച ഭൂമി നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം. ഈ ഭൂമിയുടെ നക്ഷത്രം അല്ലെങ്കിൽ ജാതകം എങ്ങനെയാണ് കണ്ടെത്തുക? നമ്മൾ ഭൂമി അതിന് കാണാനുള്ള ഇതുണ്ട്, ജ്യോതിഷത്തിലുണ്ട്. അതനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതിനനുസരിച്ച് ആ ഗ്രഹങ്ങൾ, നമ്മൾക്ക് ഗ്രഹനില ഉള്ളതുപോലെ തന്നെ ഭൂമിക്കും ആ ഗ്രഹനില. അപ്പം നമ്മൾ ആ ഭൂമിയിൽ ചെല്ലുന്ന സമയത്തുള്ള ആ ഗ്രഹനില നമ്മൾ കണ്ടുപിടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് അതിനെന്ത് ദോഷമുണ്ടെന്ന് കണ്ടുപിടിക്കും. നമുക്ക് നമ്മുടെ ജാതകത്തിൽ എന്തൊക്കെ ദോഷമുണ്ടോ അതുപോലെ തന്നെ നമ്മൾ ഭൂമിയുടെ ദോഷവും കണ്ടുപിടിച്ച് അതിന് പരിഹാരമായിട്ടൊക്കെ വാസ്തുബലി അങ്ങനെയൊക്കെ കൊടുത്ത് വാസ്തു പൂജയൊക്കെ ചെയ്യിച്ചാണ് ആ ഭൂമിയിൽ വീട് വയ്പ്പിക്കുന്നത്. അപ്പോൾ വാസ്തുബലി നമുക്ക് തന്നെ ചെയ്യാവോ? വാസ്തുബലി അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യാറില്ല. ചെയ്യാൻ വേണമെങ്കിൽ അത് പൂജാതി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവരാണ് ഈ ചെയ്യാം. അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല, പൂജാരികൾ തന്നെ ചെയ്യിക്കണം. അതുപോലെ വാസ്തുവിൻ്റെ നമ്മൾ വാസ്തു നോക്കുമല്ലോ, വാസ്തു നോക്കുന്ന സമയത്ത് ഉള്ള ദോഷങ്ങളുണ്ടല്ലോ, ആ ദോഷങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വാസ്തുദോഷത്തിന് എന്ത് ദോഷമാണെന്ന് കണ്ടുപിടിച്ച്, ഇപ്പം അവിടെ ശ്മശാന ഭൂമിയാണെങ്കിൽ ശ്മശാന ഭൂമിയൊന്നും നമ്മൾ വീട് വയ്ക്കാൻ സാധാരണ ഉപയോഗിക്കാറില്ല. അപ്പം ഇന്നത്തെ ഈ കാലത്ത് നമുക്ക് ഭൂമിയുടെ പരിമിതി കിട്ടാനുള്ള പരിമിതി മൂലം നമ്മളത് ഇപ്പം ദഹിപ്പിച്ച സ്ഥലമൊക്കെ ആണെങ്കിൽ ദഹിപ്പിച്ച ആ സ്ഥലത്തെ മണ്ണ് മുഴുവനും എടുത്ത് കൊണ്ടുപോയി വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞിട്ട് അവിടെ വീട് വയ്ക്കുന്ന സമ്പ്രദായം ഇപ്പോൾ നിലവിലുണ്ട്. അല്ലാതെ ഇപ്പോൾ 5 സെൻറ്റൊക്കെ ഉള്ളൂ, അവർക്ക് വേറെ മാർഗ്ഗം ഇല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് സ്ഥലം വാങ്ങിക്കാനൊന്നും പറ്റില്ലാത്തവർ കഴിവതും ഒഴിവാക്കേണ്ട കൂടുതൽ ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങളുടെ അധികം അനുസരിച്ച് നമ്മളത് ഒഴിവാക്കുവാണ് നല്ലത്. കാരണം ഈ ശ്മശാന ദോഷമുള്ള ഭൂമിയിലൊക്കെ നമ്മൾ വീട് വെച്ച് താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ വരെ, ചിലർക്ക് മാനസിക രോഗങ്ങൾ, അതുപോലെ സർപ്പം ഇരുന്ന സ്ഥലമാണെങ്കിൽ അവിടേക്ക് വീട് വെച്ച് കഴിഞ്ഞാൽ മാനസിക നില വരെ തകരാറിലായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഓരോരുത്തർക്ക്. അപ്പോൾ അങ്ങനെ അവിടെ താമസിക്കുന്ന നേരം എന്നും ദുഃഖങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു വീട് വെച്ച് താമസിക്കുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനമായിട്ട് താമസിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഭൂമി വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അതാണ് വാസ്തു എന്ന് പറയുന്നത് തന്നെ. അതായത് നമ്മുടെ ഭൂമി പ്രകൃതിക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുക, പഞ്ചഭൂതാത്മകമായ പ്രകൃതിക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ്. ഇപ്പം നമ്മൾ പുറത്തു പോയാൽ തന്നെ വീട്ടിലേക്ക് നമ്മളെ നമുക്ക് തോന്നണം, അതാണ് വേണ്ടത്. അതുപോലെ തന്നെ വാസ്തു നോക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ നില വാസ്തു നോക്കിയാണ് എല്ലാം ചെയ്യുന്നത്. അത് തന്നെ 2ാം നിലയിലും ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ കന്നിമൂല അല്ലെങ്കിൽ മീനമൂല എന്നൊക്കെ പറഞ്ഞ എല്ലാ 2 നിലയിലും ഉണ്ടല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ അടുക്കള അത് നല്ല സ്ഥാനത്ത് വയ്ക്കണം. അതുപോലെ ബെഡ്റൂം സ്ഥാനങ്ങളിൽ വയ്ക്കുക. അതുപോലെ ടോയ്ലറ്റ്, എല്ലാത്തിലും ഉണ്ട് ഓരോ സ്ഥാനങ്ങൾ. കഴിവതും ടോയ്ലറ്റൊക്കെ മൂല ഒഴിവാക്കി വെക്കാനാണ് പറഞ്ഞു കൊടുക്കാറ്. കാരണം ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, കന്നിമൂലയിൽ ടോയ്ലറ്റ് വെച്ചാൽ എന്താണ്? ടോയ്ലറ്റ് മുറി അവിടെ ഇരുന്നെന്ന് ഓർത്ത് യാതൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ സെപ്റ്റിക് ടാങ്കൊക്കെ വയ്ക്കുമ്പോൾ മൂല ഒഴിവാക്കി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മീനമൂല, അതായത് വടക്ക് കിഴക്കേ മൂലയിലൊക്കെ അവിടെ നിന്നാണ് പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അടച്ചു കെട്ടാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വടക്ക് കിഴക്ക് സാധാരണ ഇപ്പോൾ ഒരു വർക്ക് ഏരിയയോ ഗ്രില്ലിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ചിലർ അത് അവിടെ മുറിയെടുക്കും, വടക്ക് കിഴക്ക് മുറിയെടുത്ത് അടച്ചു കിട്ടും. അപ്പോൾ അങ്ങനെ വരുന്നവർക്കത് എനർജി
പോസിറ്റീവ് എനർജി അവിടുന്ന് ഈ ഭൂമിയിൽ നിന്നുള്ള ആ പോസിറ്റീവ് എനർജി വടക്ക് കിഴക്കോട്ട് കയറി തെക്ക് പടിഞ്ഞാറോട്ട് വരണം. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം അടഞ്ഞു കെട്ടിയിരിക്കണം, അവിടെ തുറന്ന് കിടക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സെൻറ്ററിലായിട്ട് വീടിൻ്റെ നീളപ്പാടാണെങ്കിലും അല്ലെങ്കിൽ വീതിപ്പാടാണെങ്കിലും സെൻറ്ററിലായിട്ട് യാതൊരു വക നിർമ്മിതിയും വരാൻ പാടില്ല എന്നുണ്ട്. സാധാരണ ഇപ്പോൾ ചെറിയ വീടുകൾക്കാകുമ്പോൾ ടോയ്ലറ്റൊക്കെ വരുന്നുണ്ട്, അത് നമ്മളത് ശ്രദ്ധിക്കും. അല്ലാതെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം, നല്ലതാണ്. സാധാരണ ഇപ്പം വളരെ കുറച്ച് ഭൂമിയിലാണല്ലോ വീടൊക്കെ വെക്കുന്നത്. അപ്പോൾ ഈ 4 മൂലയും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അതൊക്കെ ചെയ്യാനുള്ള അല്പക്ഷേത്ര പ്രകാരം നമുക്ക് വാസ്തു ഏത് ഭൂമിയിലും 1 സെൻറ്റ് ഉള്ളെങ്കിലും നമുക്ക് വാസ്തു അനുസരിച്ച് വയ്ക്കാം. അല്ല, അപ്പോൾ ഈ അടുക്കളയും അതുപോലെ പൂജാമുറിയും ഒക്കെ ഏതെങ്കിലും തരത്തിൽ അടുത്തിരിക്കാൻ ദോഷം ഉണ്ടാവില്ലേ? ശരിക്കും ഈ ടോയ്ലറ്റിൻ്റെ അടുത്തൊന്നും പൂജാമുറി വരാൻ പാടില്ല എന്നുണ്ട്. പൂജാമുറിയുടെ ഉത്തമ സ്ഥാനം പറയുന്നത് വടക്ക് കിഴക്കാണ്. വടക്ക് കിഴക്ക് പൂജാമുറി വയ്ക്കുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അടുക്കളയ്ക്ക് 1-ാം സ്ഥാനം പറയുന്നത് തെക്ക് കിഴക്കാണ്. അപ്പോൾ അത് ദർശനം നോക്കി വേണം. നമ്മുടെ വീടിൻ്റെ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കോട്ടോ കിഴക്കോട്ടാണ് കൂടുതലും നല്ലത്. ഇനിയിപ്പോൾ അങ്ങനെ കിട്ടാൻ പറ്റാത്തവർ, ഇപ്പോൾ ചില നക്ഷത്രക്കാർക്ക് തെക്കോട്ടും വീട് വയ്ക്കാം. ഇപ്പോൾ ഉദാഹരണം ഭരണി നക്ഷത്രം, യമനാണ് ദേവത, തെക്കോട്ട് നമുക്ക് വീട് വയ്ക്കാം, ഒരു പ്രശ്നമില്ല. അങ്ങനെ നോക്കി വേണം നമ്മൾ ഗൃഹനാഥൻ്റെ നക്ഷത്രം നോക്കി ഒക്കെ വേണം നമ്മൾ ഇത് വയ്ക്കാനായിട്ട്. അതുപോലെ ഈ വീട്ടിൽ പൂജാമുറി വെക്കുമ്പോൾ ഈ പൂജാമുറി സത്യത്തിൽ വേണോ? ഈ പല കാര്യങ്ങളും അത് അത്രയും ശുദ്ധിയായിട്ടൊക്കെ നോക്കി നടത്താൻ പറ്റുമോ? അതിനൊന്നും വിഷമമില്ല. അതൊക്കെ നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. അത് ആരും കമ്പൽ ചെയ്യേണ്ട ആവശ്യമില്ല. പൂജാമുറി വേണം അവിടെ. ചില വീട്ടുകാർ മാത്രമേ പൂജാമുറി വേണമെന്ന് പറയാറുള്ളൂ. അപ്പോൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജാമുറിയിൽ നമുക്ക് വിളക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഒതുക്കി വെക്കാം. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അതിലേക്ക് കയറുകയോ തൊടുകയോ ഒന്നും ചെയ്യൂലല്ലോ. അപ്പോൾ അങ്ങനെ നല്ലൊരു ഇതായിട്ട് കൊണ്ടുപോകാമെന്നാണ് എനിക്കിഷ്ടം, പൂജാമുറി വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിപ്പോൾ ഓരോ വീട്ടുകാരുടെയും ഇഷ്ടത്തിനനുസരിച്ച്, അല്ലാതെ നമ്മളൊന്നും അതിന് കമ്പൽ ചെയ്യാറില്ല. അതുപോലെ പൂജ ക്യാബിൻ കിട്ടുന്ന കാരണം ഒട്ടുമിക്ക വീടുകളിലും ആ ക്യാബിനാണ് വയ്ക്കണത്. ആ പൊസിഷനിൽ വെച്ചാൽ നല്ലത്. ഈ അതുപോലെ അലമാരിയിൽ ഫോട്ടോയൊക്കെ വെച്ച് ആരാധിക്കുന്നത് നല്ലതാണോ? ശരിക്കും ഉള്ളിൽ, ഭിത്തിയുടെ ഉള്ളിൽ, അലമാരിയുടെ ഉള്ളിൽ അങ്ങനെയൊക്കെ വച്ച് ആരാധിക്കാതിരിക്കുമായിരിക്കും നല്ലതല്ലേ. പലയിടത്തും കണ്ടിട്ടുണ്ട് വാസ്തു എല്ലാം നോക്കി വീട് വെച്ചിട്ടും പിന്നെ ഉള്ളിൽ കയറുമ്പോൾ അലമാരിക്കകത്ത് കൂട്ടി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് വാങ്ങാനും കിട്ടുമല്ലോ, ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, ഫോട്ടോകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ കത്തിച്ച് കഴിയും, പിന്നെ അടച്ചു വയ്ക്കും. അപ്പോൾ അതൊക്കെ ഒരു നല്ലതാണോ എന്ന് ഞാൻ ചോദിക്കും. അത് അത്ര നല്ലതല്ല. ശരിക്കും പണ്ടൊക്കെ നിലവിളക്ക് നിലവിളക്ക് വെച്ച് 1 മണിക്കൂറോളം നാമം ജപിച്ച് ഉച്ചത്തിൽ നാമജപം വേണമെന്നാണ് പറയുന്നത് സന്ധ്യയ്ക്ക്. അപ്പോൾ നിലവിളക്ക് കൊളുത്തി നാമം ജപിച്ച് അതെടുത്ത് വെക്കും. അങ്ങനെയൊക്കെയാണ് മതി. ഇപ്പം അങ്ങനെയല്ല. അപ്പം നാമജപം ഇല്ലല്ലോ ആ സമയത്ത് ടി വി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അപ്പം നാമജപം വളരെ അത്യാവശ്യമാണ്. ഈ വാസ്തു അനുസരിച്ച് വീട് വെച്ചതിന് ശേഷം അതിനകത്ത് പാലിക്കേണ്ട നിഷ്ഠകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഈശ്വരൻ്റെ ഫോട്ടോ വെക്കുകയെന്ന് ഇരിക്കട്ടെ, വീടിനകത്ത് വെക്കുന്ന ഈശ്വരന്മാർ നമ്മുടെ വീട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്. വീട്ടിലേക്ക് നോക്കിയിരിക്കും, അല്ലെ വീട്ടിലെ എനർജി തരും. അത് പുറത്തേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ എനർജി വീടിന് കിട്ടില്ല. അതുപോലെ നമ്മൾ തുളസിത്തറ വയ്ക്കും. തുളസിത്തറ വയ്ക്കുമ്പോഴും അതെ, തുളസിത്തറയിൽ വയ്ക്കുന്ന ദീപം എപ്പോഴും വീടിന് തിരിഞ്ഞിരിക്കണം. അത് വീട് തെക്കുവശത്താണെങ്കിൽ പോലും തെക്കോട്ട് തിരിവെക്കണം. പല വീടുകളിലും കാണാറുണ്ട് കിഴക്കോട്ട് മാത്രമേ തിരിവെക്കുള്ളൂ എന്ന് പറഞ്ഞ ചിലർ. അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ തുളസിത്തറയൊക്കെ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീട്ടിലേക്ക് വേണം അവിടുന്ന് തെളിച്ച് വെക്കാനായിട്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അല്ലാതെ നമ്മൾ അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പൂജാമുറി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ കന്നിമൂലയിൽ ഒരു ടോയ്ലറ്റ് വെക്കാതിരിക്കുക നല്ലത്. ഞാൻ പറഞ്ഞില്ലേ, മുറി ഉണ്ടെങ്കിലും ഇപ്പോൾ അതിൽ ക്ലോസറ്റ് അവിടെ ഇരുന്നാലും കുഴപ്പമില്ല, സെപ്റ്റിക് ടാങ്ക് വെക്കാതിരിക്കുക. മാക്സിമം നമ്മൾ കന്നിമൂലയിൽ ബെഡ്റൂം വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വെളിച്ചം, ഏത് ദിശയിൽ നിന്നും വെളിച്ചം നമ്മുടെ വീട്ടിൽ എപ്പോഴും വെളിച്ചം. ചില വീട്ടിൽ ചെന്ന് ലൈറ്റ് ഇട്ടാൽ
പറ്റുള്ളൂ ഇരുട്ട്. അപ്പം അതൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ വായു വെളിച്ചം, അതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് വാസ്തു എന്ന് പറയുന്നത് ശരിക്കും. നന്ദി. ജ്യോതിഷ പണ്ഡിത ശ്രീ വിജയകുമാരിയുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയയ്ക്കുക. ശ്രീ വിജയകുമാരിയുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.